ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് വാനില മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരു കേക്കാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1.5 കപ്പ് മൈദയിലോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ 300 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് 1.25 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല ക്രീമി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ആകുമ്പോഴത്തേക്ക് അതിലോട്ട് 3 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ബൈ 1 ആയിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ ആദ്യം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ അരിച്ച് മാറ്റി വെച്ച് ഫ്ലോറും നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ല തിക്കാവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിനകത്ത് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ്, ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ ആ മിക്സും ഒരു ബൗളിൽ നമ്മൾ സാധാരണ നോർമൽ മിക്സും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 2 മിക്സ്, ആദ്യം ഞാൻ വാനിലയുടെ മിക്സ്, പിന്നെ ചോക്ലേറ്റിൻ്റെ മിക്സ്, പിന്നെ വാനില മിക്സ്, അങ്ങനെ ഓരോരോ 1 ബൈ 1 ആയിട്ട് 2 മിക്സും കൂടെ ചേർത്ത് ഇതിനാണ് ഒരു മാർബിൾ എഫക്റ്റ് കിട്ടുന്നത്, മാർബിൾ കേക്ക് എന്ന് പറയുന്ന. പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടി. ഇനി ഞാനത് ബേക്ക് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂട് മാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു മണമാണ്. നല്ലൊരു ടീ കേക്കാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ പോകെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കാണ്. ബട്ടർ ചേർത്തോട്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഇത് നല്ല ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ചൂട് നല്ല രീതിയിൽ മാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവൂ. നല്ലൊരു ടേസ്റ്റ് അറിയാൻ പറ്റൂ. ഇത് കേക്ക് ബേക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. നമുക്കിപ്പം അതുവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് കട്ട് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ, വീഡിയോ എടുക്കണ്ടേ. ഇനി ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആഹാ, ആ മാർബിൾ എഫക്റ്റ് അതേപോലെ തന്നെ മാർബിളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് വാനില മാർബിൾ കേക്ക് കണ്ടില്ലേ, നല്ല ടെക്സ്ചറാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല പഞ്ഞിയാണ്. അപ്പോൾ എങ്ങനെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? നോക്കണം, ഉറപ്പായിട്ടും